ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ അഗാജിത്ത്. അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ സ്കൂളിലേക്ക് പോകാനുള്ള കുറച്ച് സാമഗ്രികളൊക്കെ മേടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹോൾ ചെയ്യാമെന്ന്. ഞാൻ ബുക്കും അങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിക്കാൻ വേണ്ടി പോയതല്ല, ഞാൻ ഫ്രെയിമൊക്കെ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ പിന്നെ പറഞ്ഞു അമ്മ എന്നാൽ ഇപ്പം മേടിച്ചേക്കാം, പിന്നെ ഇനി അതിന് വേണ്ടി വരണ്ടല്ലോ എന്ന്. ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്. സ്കൂളിലേക്ക് വേണ്ടിയുള്ള എൻ്റെ സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഇതും കൂടെ ഉള്ളൂ, ഇനിയില്ലല്ലോ, +2 ആയല്ലോ. ഒരു ബാഗ് ഇത്രയും കവറാണ് സാധനം ഞാൻ മേടിച്ചത്. ഞാൻ പേപ്പർ ഗ്രിഡിൻ്റെ ബുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതാണ് ഞാൻ മേടിച്ചത്. 6 ഉള്ളത് മേടിച്ചു. വലിയ പറഞ്ഞാൽ 6 സബ്ജക്റ്റ് അല്ലേ ഉള്ളൂ, അപ്പോൾ 6 എണ്ണം മതി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, ഒരു സബ്ജക്റ്റിന് തന്നെ അസൈൻമെന്റ് ബുക്ക്, ടെസ്റ്റ് പേപ്പർ ബുക്ക്, അങ്ങനെ 3 ബുക്ക് ഒരു സബ്ജക്റ്റിന് തന്നെ വേണം. അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ വട്ടം. അപ്പോൾ ഈ വട്ടം അങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ഈ വലിയ സൈസിൻ്റെ 6 എണ്ണം മേടിച്ചു. പിന്നെ ഈ ചെറിയ സൈസിൻ്റെ 6 എണ്ണം മേടിച്ചു. അത് രണ്ടും പേപ്പർ ഗ്രിഡിൻ്റെയാണ്. അതാണ് അക്കൗണ്ടൻസിക്ക് വേണ്ടി മേടിച്ചത്. ഞാൻ സാധാരണ ഇങ്ങനെയൊന്നും സൂക്ഷിക്കാത്ത ആളാണ്. അപ്പോൾ ഈ വട്ടമെങ്കിലും മര്യാദയ്ക്ക് വൃത്തിക്ക് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ച് മേടിച്ചതാണ്. ഇതൊരെണ്ണം മേടിച്ചു. ഇതിൻ്റെ ആവശ്യം കാണത്തുള്ളായിരിക്കും, ഇത് വലുതാണ് ഞാൻ മേടിച്ചത്. നെയിം സ്ലിപ്പ് ഒട്ടിക്കാൻ വേണ്ടി മേടിച്ചു. ടോട്ടമിൻ്റെ പേനയാട്ടോ യൂസ് ചെയ്യുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെച്ച് എഴുതുമ്പം വേറൊരു ഹാൻഡ് റൈറ്റിംഗ് ആണ്, വേറെ എന്തെങ്കിലും വെച്ചിടുമ്പം വല്ലാത്തൊരു ഹാൻഡ് റൈറ്റിംഗ് ആണ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് തന്നെ ഇപ്പം അറിയാത്തതിരിക്കുവാണ്, പല ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ഇത് വെച്ച് എഴുതുമ്പോൾ ഇച്ചിരി കൂടെ വൃത്തിക്ക് വരും. ഇതൊരെണ്ണം മേടിച്ചു. ലഞ്ച് ബോക്സ് പൊതിയാൻ വേണ്ടി ഇതൊക്കെ ഇതുപോലത്തെ 2-3 ടവൽ എടുത്തു. കറിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഇത്തരം 2 പാത്രം എടുത്തു. നമ്മളിങ്ങനെ തുറക്കുന്നേക്കാളും ഇതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തുറക്കാൻ പറ്റുന്നേ. അപ്പം ഇതൊരിക്കലും പോകത്തില്ല. ഇതിലുണ്ടായിരുന്നു, അപ്പം ഞാനിത് കൊണ്ട് കളഞ്ഞു. പ്ലാസ്റ്റിക് ആണ്. ഈ സ്റ്റീലിൻ്റെ ആണെങ്കിൽ ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇതിൽ എക്സ്ട്രാ ഒരെണ്ണം കൂടെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ടവൽ മേടിച്ചു. പേന, പെൻ, അങ്ങനത്തെ ഉള്ള എല്ലാ സാധനങ്ങളും ബാഗിലേക്ക് അങ്ങിടും. പൗച്ചൊന്നും യൂസ് ചെയ്യാറില്ല. ഈ വട്ടം പൗച്ച് എടുത്തു. ഈ വട്ടങ്ങളിലേ ഉള്ളൂ. അപ്പം ഈ വട്ടമെങ്കിലും മര്യാദയ്ക്ക് മിസ്സാവാതെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പൗച്ചെടുത്തു. ഇത്രയും സാധനം ഞാൻ സ്കൂളിന് വേണ്ടി മേടിച്ചുള്ളൂ. ഇതിൻ്റെ ആവശ്യമുള്ളൂ. എനിക്ക് ക്രാഫ്റ്റിന് വേണ്ടിയും അങ്ങനത്തെ ആവശ്യത്തിനുള്ള സാധനങ്ങളെ മേടിച്ചുള്ളായിരുന്നു. ബോർഡറിലുള്ളതാണ്. ഇത് വുഡൻ ബോർഡർ ഉള്ളതുമാണ്. പെൻസിൽ കളറാണ്. ഇത് ക്രയോൺസ് ആണ്. ഇതൊന്നും എനിക്കല്ല. മോൾഡിറ്റ് ഞാൻ മേടിച്ചു. ഫ്രെയിമിന് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആയിട്ടൊരു ഭംഗി കൂട്ടാൻ അങ്ങനെ ഒരു ഐഡിയ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇത് ഒട്ടും കുറച്ച് പാടാണെന്നേ ഉള്ളൂ, പക്ഷെ ഇത് ഒട്ടിയാൽ നല്ലതാണ്. പിന്നെ ഇങ്ങനത്തെ പഴങ്ങൾ, പെൻസിൽ, റബ്ബർ, സ്റ്റാപ്ലർ, പിൻ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇതൊന്നും എനിക്കല്ല. ഇത് 8 എണ്ണം ഞാൻ എടുത്തു. ഇത് വൈറ്റ് കളറിലുള്ളതാണ്, പർപ്പിൾ കളറുള്ളതാണ്. ഇതിൻ്റെ ബ്ലാക്ക് ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പുതിയതായിട്ട് വന്നതാണ് വൈറ്റ്. അപ്പോൾ ഞാൻ വൈറ്റ് കണ്ടപ്പോൾ എടുത്തു. ഇതെല്ലാം ഒരു മോഡലാണ്, പല കളേഴ്സിലും ഉണ്ട്. പക്ഷേ ഇതിന് ഇച്ചിരി കൂടെ കട്ടിയുണ്ട്. ബാക്കിയെല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്. അതാണ് ബൊക്കയ്ക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്കിത് ഹാമ്പറിന് യൂസ് ചെയ്യാമല്ലോ, അങ്ങനെ രണ്ടിനും എടുത്തതാണ്. ഫ്രെയിം കൂടെ എടുത്തു. ഇത് A3 ആണ്. A3 സൈസാണ് കേട്ടോ. ഒക്കെ എഴുതാലോ എന്ന് വിചാരിച്ച് ഞാനൊരു ചെറിയ ആദ്യം ഞാൻ ഒരു നോട്ട് പാഡാണ് എടുത്തത്. പിന്നെ ഞാൻ ഇതെടുത്തു. ഇത്രയൊക്കെ എടുത്തുള്ളൂ. പക്ഷേ ഇത്രയൊക്കെ സാധനങ്ങളേ ഉള്ളൂ. പക്ഷേ 3 കവറി കൊള്ളാനുള്ള ഉണ്ടായിരുന്നു.